ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 14ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ നമ്മൾ കുറച്ചധികം നാളായിട്ട് തപസ്സുകാലത്തിലെ ധ്യാന ചിന്തകളും അതിനുശേഷമുള്ള പെസഹാകാലവും അതിനുശേഷമുള്ള തിരുനാളുകളായിരുന്നു ഇത്രയും ദിവസവും നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ കാലത്തിലേക്ക് പ്രവേശിക്കുന്നത്, മുഴുവനായിട്ടും പ്രവേശിക്കുന്ന ദിവസമാണ് ഈ 14ാമത്തെ ആഴ്ച. ഈ ആഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഇങ്ങനെ ഒരു പുതിയ പ്രവേശനത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവേണ്ടത് ദൈവം എന്നിൽ നിന്നും എന്താണ് ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ചാണ്. ഇന്നത്തെ വചനഭാഗങ്ങളെല്ലാം അതിനെക്കുറിച്ചാണ്. ദൈവം മനുഷ്യനോട് അല്ലെങ്കിൽ താൻ അയക്കുന്നവരിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ച്, താൻ അയക്കുന്നത് എങ്ങനെയാണ്, എപ്രകാരമാണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് കർത്താവ് ഇന്ന് നമ്മൾ വചനത്തിലൂടെ വായിച്ചു കേൾക്കുന്നത്. ഇന്ന് ആദ്യത്തെ വായനയിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ജെറുസലേമിനോട് പറയുന്നതാണ്. ജെറുസലേമിന് എത്രത്തോളം കർത്താവിന് വലിയൊരു സംരക്ഷണമുണ്ട് എന്നതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ്. ആ ഒരു വചനഭാഗത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാം. ബാബിലോൺ പ്രവാസത്തിന് ശേഷം തിരിച്ചു വന്ന ഇസ്രായേൽ ജനം അവർ പ്രതീക്ഷിച്ചൊരു സാഹചര്യമല്ലായിരുന്നു. ചുറ്റും അവർ കണ്ട ആ പഴയ അവരുടെ ഓർമ്മയിലുണ്ടായിരുന്ന ആ ജെറുസലേം അല്ല ആ സമയത്ത് അവർ കാണുന്നത്. എല്ലാം തകർന്നു പോയ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. അവിടെ ആ ഒരു അവസ്ഥയെ കണ്ടിട്ട് ദുഃഖത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് പ്രത്യാശ നൽകുന്ന രീതിയിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നതാണ്, ജെറുസലേം ഒരിക്കലും കുറഞ്ഞു പോകില്ല, കാരണം കർത്താവ് ജെറുസലേമിൻ്റെ കൂടെയുണ്ട്. ഇന്ന് രണ്ടാമത്തെ വായനയിൽ ഗലാത്യക്കാർ എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട്. എനിക്ക് അഹങ്കരിക്കാൻ മറ്റൊന്നുമില്ല, ക്രിസ്തു മാത്രമാണ്. ക്രൂശിതനായ ക്രിസ്തുവിനപ്പുറത്തേക്ക് എനിക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. ഇന്നത്തെ സുവിശേഷം കർത്താവ് എന്ന വചനത്തിൽ ലൂക്കാ എഴുതിയ സുവിശേഷം 10ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് 72 ശിഷ്യന്മാരെ അയക്കുന്നതാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൗഖ്യങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് കർത്താവ് മിനിസ്ട്രിക്ക് വേണ്ടിയിടുന്ന ഒരു 72 പേരെക്കുറിച്ച് മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ക്രിസ്തു എന്ന ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഒരു ദൈവ മനുഷ്യൻ എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ഇമേജ് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ വന്നവർ, കുറച്ച് നാൾ കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, കുറച്ച് നാൾ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് എന്ത് മേന്മയാണ് അവർക്കുള്ളത്? ഒന്നുമില്ലാത്ത ആ 72 പേരെ കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ പേരിൽ പോയിട്ട് ഗ്രാമങ്ങളിലും എല്ലായിടത്തും പോവുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അവരെന്ത് ധൈര്യത്തിലാണ് പോയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ വചനം കൃത്യമായിട്ടും പറയുന്നത് അവർ പോയി തിരിച്ചു വരുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ്. കാരണം അവർ പറയുന്നു, കർത്താവെ, ഏറ്റവും പ്രധാനമായിട്ട് അവർ പറയുന്നത്, കർത്താവെ, അങ്ങയുടെ നാമത്തിൽ പിശാചുകൾ ഒഴിപ്പിക്കാൻ അവരെ കൊണ്ട് സാധിച്ചു. കർത്താവ് അവരോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ ഈ പിശാചുകൾ ഒഴിഞ്ഞു പോയതിനെക്കുറിച്ചല്ല, നിങ്ങളുടെ പേരുകളൊക്കെ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് സന്തോഷിക്കുക. കർത്താവ് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ എത്രത്തോളം വിളിക്കപ്പെട്ടവരാണ്, ആ വിളിക്കപ്പെട്ടവരെ കർത്താവ് എത്രത്തോളം സ്വർഗത്തിൽ എഴുതപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് എന്നും തുണയായിട്ടുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് വചനം നമ്മൾ ആ ഒരു സുവിശേഷ ഭാഗം നമ്മൾ ശരിക്കും വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളൊന്നും എടുക്കണ്ട, ചെരുപ്പ് ഒന്നും തന്നെ എടുക്കണ്ട എന്ന് പറയുന്നുണ്ട്. കാരണം ആരെയും ആശ്രയിക്കേണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ആശ്രയിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? കർത്താവിൻ്റെ പേരും കൊണ്ട് നിങ്ങൾ പോവുക. കർത്താവ് ബാക്കി എല്ലാത്തിലും നിങ്ങളെ ഒപ്പമുണ്ടായിരിക്കുമെന്ന്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ക്രിസ്ത്യാനും, ഓരോ കത്തോലിക്കനും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരാളായിട്ട് മാറണം. പക്ഷേ എവിടെയോ നമുക്ക് പോലും ധൈര്യമില്ല. പലപ്പോഴും എനിക്ക് വലിയ വചനം പ്രഘോഷണമൊന്നും അറിയില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനൊന്നും അറിയില്ല, ഞാൻ വളരെ സാധാരണയായിട്ട് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി കുർബാന കൂടി തിരിച്ചു വരുന്ന ഒരു വളരെ നോർമലായിട്ടുള്ളൊരു മനുഷ്യനാണ് എന്ന മനോഭാവമാണ് നമുക്ക് എപ്പോഴും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്രത്തോളം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോലും ദൈവം കൂടെയുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കും. ജെറുസലേമിന് കൊടുക്കുന്ന ആ വലിയ പ്രത്യാശ, 72 ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്ത പ്രത്യാശ, ഇതെല്ലാം സെയിമാണ്, നമുക്കും ഇന്നും തരുന്നുണ്ട്. ഒന്നും വേണ്ട, കർത്താവിൻ്റെ പേര് മാത്രം കൈ പേറിയാൽ മതി. നമ്മൾ പോലും അറിയാത്ത അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, ജീവിതത്തിൽ ഒരു കത്തോലിക്കൻ എന്ന രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? എൻ്റെ ഉത്തരവാദിത്വം അത് ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ളൊരു ഉത്തരവാദിത്തമാണ്. അത് ഞാൻ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പറയുന്ന വചനങ്ങളിലൂടെ മാത്രമല്ല, നമ്മൾ ജീവിക്കുമ്പോൾ, ഒന്ന് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരാളോട് ജസ്റ്റ് ഒരു 2 വാക്ക് പറയുമ്പോൾ, ഒരു സുഖം അന്വേഷിക്കുമ്പോൾ, നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഒന്ന് സ്നേഹത്തോടുകൂടി ഒന്ന് നോക്കുമ്പോൾ, ഒരു രോഗിയായിട്ട് നിൽക്കുന്നൊന്ന് സന്ദർശിക്കുമ്പോൾ,
മറ്റുള്ളവരുടെ സങ്കടത്തിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒന്ന് തൊട്ടടുത്ത് നിന്നുകൊണ്ട് ഒന്ന് കൈയൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ പറയും ആ നിമിഷങ്ങളൊക്കെ നിങ്ങൾ ക്രിസ്തുവായിട്ട് മാറുന്നുണ്ട്, ക്രിസ്തുവിനെ കൊടുക്കുന്നവരായിട്ട് മാറുന്നുണ്ട്. ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, കർത്താവിൻ്റെ പേരായിട്ട് കർത്താവായിട്ട് നിങ്ങൾ പോകുമ്പോൾ നമ്മുടെ പേരുകളും സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. മീൻസ് ദൈവം കൂടെയുണ്ട്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഈ ഒരു ഞായറാഴ്ച സാധാരണ കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ തിരുനാളുകളും എൻ്റെ ആഘോഷങ്ങളെല്ലാം ഇനി കഴിഞ്ഞൊന്നുമില്ല എന്നല്ല, മറിച്ച് ഒരു തുടക്കത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞു വെക്കുന്നത്. പിന്നെയും ഒരു സാധാരണ കാലം വരുന്നു. ഈ സാധാരണ കാലത്തിൽ സാധാരണമായിട്ടുള്ള വിശ്വാസം പോരാ, ഒരു നല്ല തുടക്കം വേണം. മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവായിട്ട് ചെല്ലാനുള്ള ഒരു തുടക്കം. ഓരോ പ്രാവശ്യവും ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് കൃപയുടെ സ്രോതസ്സായിട്ട് നമ്മൾ മാറുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ആ പള്ളിയുടെ വാതിൽ വിട്ട് കഴിയുമ്പോൾ എവിടെയോ നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഞാൻ സ്വീകരിച്ച ദിവ്യകാരുണ്യം എന്താണ്, കർത്താവ് എന്താണ്, ഒന്നുമില്ല, മറന്നു പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിലുള്ള ആ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം, ക്രിസ്തു പോകുന്ന വഴിക്കൊക്കെ നമ്മൾ പോലും അറിയാതെ ആവശ്യക്കാരായിട്ടുള്ള കുറച്ചധികം ആൾക്കാർ, അത് കത്തോലിക്കനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അതൊരു വ്യത്യാസമില്ലാതെ ആവശ്യക്കാരായ പലർക്കും അനുഗ്രഹമായിട്ട് നമ്മളുടെ ആ സാന്നിധ്യം മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവിനെ പേറുന്നവരായിട്ട്, കർത്താവിനെ ആശ്രയിക്കുന്നവരായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന് ഈ ഒരു ഞായറാഴ്ച നമ്മളായിരിക്കുന്ന സമയത്ത് ഏറ്റവും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ തകർന്നിരിക്കുന്ന നിമിഷങ്ങളുണ്ട്, എനിക്കൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന നിമിഷങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ എത്രത്തോളം തകർന്നിരിക്കുകയാണെങ്കിലും, നത്തിങ്നെസ്, ബ്രോക്കനായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും കർത്താവെ, എന്നെ കർത്താവ് നിയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ്? മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ എത്തിക്കുന്ന ആളായിട്ട് മാറാൻ. കർത്താവ് ആ ഒരു കൃപ എനിക്ക് തരണമേ, ആ ബോധ്യം എനിക്ക് തരണമേ. കാരണം ഞാനല്ല, മറിച്ച് എൻ്റെ ഒപ്പം ക്രിസ്തുവും ഏത് സമയത്തുണ്ട്, എൻ്റെ പേരും സ്വർഗ്ഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം കർത്താവ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ഒരു ബോധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.